Hello friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടുമായിട്ടാണ്. ഒരു പോപ്കോൺ ഐസ്ക്രീം സൺഡേ. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പോപ്കോൺ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ പോപ്കോണും ഐസ്ക്രീമും നല്ലൊരു കോമ്പിനേഷനാണ്. രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മെൽറ്റഡ് ചോക്ലേറ്റും ചേർക്കുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പോപ്കോൺ ഐസ്ക്രീം സൺഡേയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവയൊക്കെ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഡെസേർട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ലിറ്റർ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ ഐസ്ക്രീമാണ്. വേറെ ബട്ടർ സ്കോച്ചോ അല്ലെങ്കിൽ സ്ട്രോബെറിയോ ചോക്ലേറ്റ് ഐസ്ക്രീം ഏത് വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനൊരു വലിയ ബൗൾ നിറയെ പോപ്കോൺ എടുത്തിട്ടുണ്ട്. പോപ്കോൺ ഉപ്പില്ലാത്ത പോപ്കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നട്ട്സ് എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത്ര അത് പൊടിയണമെന്നൊന്നുമില്ല, കുറച്ച് ഒന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ. പിന്നെ കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ, പിന്നെ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല് ഫുൾ ഫാറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് മെൽറ്റഡ് ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പും എടുക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ പഞ്ചസാരയും പാലും ബട്ടറും കൂടെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ കാരമലൈസ് ചെയ്ത ഈ ഒരു മിക്സിലേക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ ഈ പോപ്കോണിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഐസ്ക്രീമാണ് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് ഈ പോപ്കോൺ ചേർത്ത് കൊടുക്കും. അതിൻ്റെ മേലെ മെൽറ്റഡ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ. അത്ര അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഡെസേർട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പോപ്കോൺ ഐസ്ക്രീം സൺഡേ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചു. ആ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് പഞ്ചസാരയാണ്. ആ പഞ്ചസാര നമുക്ക് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഒരു ചെറിയ ഫ്ലെയിമിൽ, ഒരു ലോ ഫ്ലെയിമിൽ അതൊന്ന് ഇളക്കി കൊടുക്കണം. കാരമലൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. വളരെ ലോ ഫ്ലെയിമിൽ അതൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നന്നായി കാരമലൈസ് ആയി വരുന്നുണ്ട്. കളറൊക്കെ നന്നായി ചേഞ്ച് ആയി വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ചെറിയ ലംസ് പോലൊക്കെ അത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഫുൾ ഫാറ്റ് പാലാണ് ഇത്. പഞ്ചസാര ഏതാണ്ടൊന്ന് ബ്രൗൺ കളർ ആയപ്പോഴാണ്, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയപ്പോഴാണ് ഞാൻ പാലൊഴിച്ച് കൊടുത്തത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതൊരു പഞ്ചസാര ഒരു കട്ട പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലൊഴിച്ച് കൊടുത്താൽ പിന്നെ അത് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ആ കട്ടയൊക്കെ പോയി കിട്ടും. നന്നായി ആ പഞ്ചസാരയുടെ ആ ക്യൂബ്സൊക്കെ നന്നായിട്ട് ആ പാലിൽ അലിഞ്ഞു കിട്ടും. അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് യോജിപ്പിക്കണം. ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ അലിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് ബബിൾ ചെയ്ത് വരുന്നുണ്ട്. അത് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ആ പാലിലേക്ക്.
ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പാലും പഞ്ചസാരയും കൂടെ. എല്ലാം കൂടെ ഇപ്പോൾ ആ നേരത്തെ കണ്ട കട്ടകളൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്ന് എല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് അതിലേക്ക് ഒരു കുഞ്ഞു ക്യൂബ് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ബട്ടർ ചേർക്കുമ്പോൾ ബട്ടറിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും വരും, നല്ലൊരു റിച്ച്നെസ്സും കിട്ടും. പിന്നെ അത് അടിയിൽ പിടിക്കാതെയും വരും. ഇനി അതിലേക്കാണ് നമ്മൾ പോപ്കോൺ ചേർത്ത് കൊടുക്കുന്നത്. പോപ്കോണിന് നല്ലൊരു രുചിയാണ് ഈ ഒരു മിക്സിലേക്ക് ഈ പോപ്കോൺ ചേർത്ത് കൊടുക്കുമ്പോൾ. നല്ലൊരു സ്വീറ്റ്നെസ്സും കിട്ടും, പിന്നെ ബട്ടറും ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാറില്ലേ കാരമലൈസ്ഡ് പോപ്കോൺ, ആ ഒരു ടേസ്റ്റാണ്. സെയിം അത് തന്നെ. പോപ്കോണും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ പോപ്കോണിലും ഈ ഒരു പഞ്ചസാര, ഈ ഒരു സിറപ്പ്, കാരമലൈസ്ഡ് സിറപ്പ് എല്ലാ പോപ്കോണിലും കോട്ട് ചെയ്യുന്ന പോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. എല്ലാം വേറെ വേറെ ആയി തന്നെ കിട്ടിയിട്ടുണ്ട്, സ്റ്റിക്കി ആവാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു സിലിക്കോൺ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ഈ പോപ്കോൺ ഇട്ട് കൊടുക്കുകയാണ്. ഈ സിലിക്കോൺ മോൾഡിൽ ചെയ്യാൻ കാരണം ഇത് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. ഒരു കേക്ക് പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഫ്രീസായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ മൗൾഡ് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അതിലേക്ക് ഫസ്റ്റ് ലെയർ ഈ പോപ്കോൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്കാണ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഐസ്ക്രീമിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ ഈ നട്ട്സും കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിലേക്ക് ഈ പൊടിച്ച് വെച്ച നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഐസ്ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കുന്നതിന്, ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഐസ്ക്രീം ഒന്ന് കുറച്ച് നേരം മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം, ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കണം. അപ്പോഴേ അത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, ലംസ് ഒന്നും ഇല്ലാണ്ട്. എല്ലാ നട്ട്സും ഒരേപോലെ എല്ലായിടത്തും മിക്സ് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ കുറേ നേരം മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം. അപ്പോൾ അതും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പോപ്കോണിൻ്റെ മുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പോപ്കോൺ ഒന്ന് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് സ്പൂണ് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് ഈ ഐസ്ക്രീം ചേർക്കേണ്ടത്. അത് ഐസ്ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു കംപ്ലീറ്റ് ആ ലെയർ ഒന്ന് കുറച്ചൊരു തിക്നെസ്സിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ശരിക്കും സെറ്റായി കിട്ടുകയുള്ളൂ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക തന്നെ വേണം. ഇനി ഞാൻ അതിലേക്ക് വീണ്ടും പോപ്കോൺ ഞാൻ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സെക്കൻഡ് ലെയർ പോലെ. ഫസ്റ്റ് ലെയർ നമ്മൾ പോപ്കോൺ വെച്ചു, അതിൻ്റെ മേലെ ഐസ്ക്രീം, പിന്നെ വീണ്ടും പോപ്കോൺ ആണ് വെച്ച് കൊടുക്കുന്നത്. പോപ്കോൺ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനിയാണ് അതിൻ്റെ മുകളിലേക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് ചേർക്കുന്നത്. മെൽറ്റഡ് ചോക്ലേറ്റിന് പകരം ചോക്ലേറ്റ് സിറപ്പും ചേർക്കാം.
എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ചേർക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു ക്ലിങ് ഫിലിം റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെക്കണം. ഫ്രീസറിലേക്ക് വെച്ച് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു മിനിമം ഒരു 5 hours എങ്കിലും ഇത് വെക്കണം. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സിലിക്കോൺ മൗൾഡിൽ ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിൽ എനിക്ക് നന്നായി അടർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഈ ഒരു പോപ്കോൺ ഐസ്ക്രീം സൺഡേ. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ മെൽറ്റഡ് ചോക്ലേറ്റും ഉണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഈ ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ലുലു മർജാൻ സൈനിങ് ഓഫ്. താങ്ക് യു.